ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 8. നമ്രാണം സന്നിധൻസേ സതതമഭിപുരസ്ഥൈര്യനഭ്യർത്ഥിതാനവി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫലം പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർദ്ദിവ്രജോയം. ശ്ലോകം 8. കാരുണ്യാത് കാമമന്യം ദദതി ഖലു ഭരേ സ്വാത്മതസ്ത്വം വിശേഷാൻ ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാസ്ത്വം ചാത്മാരാമയേ വേദ് അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈച്ഛോപഗീതം അംഗസംഗസദശ്രീ അഖിലവിദസിന ക്വാപിദേ സംഗവാർത്ത തദ്വാദാകാരവാസിന്മുരഹര ഭഗവൻ ശബ്ദമുഖ്യാശ്രയോസി. ശ്രീഹരേ നമഃ. നമ്രാണാം പുരസന്നിധൽസേ, അങ്ങേ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അങ്ങെപ്പോഴും സന്നിധാനം ചെയ്യുന്നു. തൈ അനഭ്യർത്ഥിതാൻ അഭി, ആ നമ്രന്മാർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അർത്ഥാൻ കാമാൻ, അവരുടെ അഭീഷ്ടങ്ങളും മാത്രമല്ല പരമാനന്ദം മുറ്റിയ ഗതിയെ, അതായത് മോക്ഷത്തെ പോലും അജസ്രം വിതരസി, എപ്പോഴും ഏത് കാലാദേശാവസ്ഥകളിലാണെങ്കിൽ പോലും അവിടുന്ന് നൽകുന്നു. ഇത്തം, ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഹരേ ത്വം, ശ്രീ മഹാവിഷ്ണു അവിടുന്ന് സർവ്വതും നൽകുന്ന ഒരു കൽപ്പവൃക്ഷം തന്നെയാണ്. നിശേഷലഭ്യ നിരവധിക ഫലപാരിജാത, ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലങ്ങളുള്ളതുമായ പാരിജാത സാക്ഷാൽ കൽപ്പവൃക്ഷമാകുന്നു. അയമർത്ഥി വ്രജ, ഈ ആവശ്യക്കാർ ക്ഷുദ്രം തം ചക്രവാടി ദ്രുതം, ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ അഭിലഷതി വ്യർത്ഥം, മരത്തെ, ആ കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. ഭഗവാന്റെ ആ ചിത്സ്വരൂപത്തെ ദർശിക്കുവാനും അവിടുത്തെ നമസ്കരിക്കുവാനും അവിടുത്തെ കീർത്തിക്കുവാനുള്ളൊരു ഭക്തി, അതാണ് നാം ഭഗവാനോട് ആവശ്യപ്പെടേണ്ടത്. ശ്ലോകം 9. പരേ കാരുണ്യ, അത് അന്യന്മാർ ദയഹേതുവായിട്ട് അന്യം കാമം ദദതി ഖലു തം വിശേഷം സ്വാത്മത, മറ്റു വല്ല അഭീഷ്ടവും കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങാകട്ടെ വിശേഷിച്ചും ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനെ സായുജ്യം നൽകുന്നുണ്ടാകുന്നു. കാരണം തന്നെ തന്നെ കൊടുക്കുന്നു. അന്യേ, മറ്റുള്ള ദേവന്മാർ ഐശ്വര്യാത്, ഐശ്വര്യം ഹേതുവായിട്ട് ജഗതി പരജനേ ഈശതേ, ലോകത്തിൽ മറ്റുള്ള വിഷയത്തിൽ സാമിത്വമുള്ളവരാകുന്നു. ത്വം സ്വാത്മനഃ അഭി, അവിടുന്ന് സ്വാത്മാവിന് കൂടിയും ഭഗവാൻ ഈശ്വരനാകുന്നു. സ്ഫീതഭാഗ്യ ചേതനാഹ, തഴച്ച ഭാഗ്യമുള്ള ജീവികൾ പ്രതിപദ മധുരേ, ഈ അടിക്കടി ആസ്വാദിനായി തീർന്ന അങ്ങേ വിഷയമാക്കിക്കൊണ്ട് ഉച്ചയെ ആരമന്തി, എന്തെന്നില്ലാതെ ആഹ്ലാദം കൊള്ളുന്നു. ത്വം ച ആത്മാരാമയേവ, അവിടുന്ന് ആകട്ടെ ആത്മാരാമൻ, അതായത് തങ്ങൾ തന്നെ ആഹ്ലാദം കൊള്ളുന്നവനത്ര. ഇതി അതുല ഗുണാധാര ശൗരേ തേ നമഃ. ഇപ്രകാരം അനുപമങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗര്യ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകവും 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം, ഐശ്വര്യം സ്വാമിത്വ ഇവ ശ്രീ പരമേശ്വരൻ മുതലായ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും
നിയമിക്കുന്നത്, തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് ആകുന്നു. വീര്യം വിശ്വ തേജോഹരാണം തേജസംഹാരി. വീര്യം സർവ തേജസ്സുകളെയും പിടിച്ച് അടക്കുന്നവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതുമാകുന്നു. വിമലം യശാഭി, സംശുദ്ധമായ യശസ്സും നിസ്പൃഹ ച ഉപഗീതം, നിസ്പൃഹന്മാരാൽ സിദ്ധന്മാരാൽ പോലും പുകഴ്പ്പെട്ടതത്രേ. ശ്രീ സദാ അംഗാസംഗ, സാക്ഷാൽ ലക്ഷ്മി ദേവി ഏതു കാലത്തും അവിടുത്തെ നിത്തിരി ഉടലിനോട് താല്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു. അഖിലവിൻ അസി, അതങ്ങ് സർവജ്ഞനാകുന്നു. സംഗവർത്താതി, ആസക്തിയുടെ കഥ പോലും അങ്ങേക്ക് നക്വാവി, ഒന്നിലും ആസക്തി ഇല്ലാത്തവനും അവിടുന്ന് ആകുന്നു. ഭഗവാനെ, സർവചരാചരങ്ങളിലും കുടികൊണ്ടിരിക്കുന്ന അഖിലാണ്ട ബ്രഹ്മാണ്ടമൂർത്തയെ, തദ് വഹദാകാരവാസിൻ, ആകയാൽ അല്ലയോ ഗുരുവായൂരപ്പ, മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി. മുരാന്തക, അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാനമായിട്ടുള്ള ആശ്രയം ആകുന്നു. ഭഗവാന്റെ തിരു തേജസ്സിനെ വർണ്ണിക്കുന്നതാണ് ഈ ദശകത്തിൽ കൂടി. ദുഃഖങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന ഭഗവാനെ, അങ്ങാകുന്ന കൽപ്പവൃക്ഷം നമസ്കരിക്കുന്നവരുടെ മുന്നിലേക്ക് സ്വയം ചെല്ലുന്നവർ അപേക്ഷിച്ചില്ലെങ്കിൽ പോലും അങ്ങ് അവർക്ക് അർത്ഥങ്ങൾ, കാമങ്ങൾ, പരമാനന്ദ പ്രാപ്തി എന്നിവ എപ്പോഴും കൊടുക്കുന്ന അങ്ങനെയുള്ള അങ്ങ് എല്ലാ ഭക്തന്മാർക്കും കിട്ടാവുന്നതും ബഹുവിധ ഫലസമ്പൂർണവുമായ ഒരു കൽപ്പവൃക്ഷം തന്നെയാണ്. ലോകത്തിലെ ആവശ്യക്കാരെല്ലാം ദേവേന്ദ്രന്റെ തോട്ടത്തിലെ നിസ്സാരമായ കൽപ്പവൃക്ഷത്തെ വ്യർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്തു കഷ്ടമാണ് ഭഗവാനെ. 9-ാം ശ്ലോകത്തിൽ മറ്റുള്ള ദേവന്മാർ കാരുണ്യം മൂലം പലർക്കും പല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങാകട്ടെ പ്രത്യേകിച്ചും തന്നെയാണ് നൽകുന്നത്. കാരണം ആശ്രിത വത്സലനാണ്. അന്യർ തങ്ങളുടെ നിയന്ത്രണ ശക്തിയിൽ ലോകരുടെ ഈശ്വരന്മാരായി തീർന്നിരിക്കുന്നത്. എന്നാൽ അങ്ങാകട്ടെ എല്ലാവരുടെയും അന്തരാത്മാവിൻ്റെ ഈശ്വരനാണ്. ഭാഗ്യമുള്ളവരായ ജീവാത്മാക്കൾ അനുപദം സുന്ദരനായ അങ്ങയിൽ പൂർണ്ണ സന്തുഷ്ടിയോടെ രമിക്കുന്നു. അങ്ങ് ആത്മാവിൽ തന്നെ രമിക്കുന്ന ഈശ്വരൻ. ഇപ്രകാരം അതുല്യങ്ങളായ ഗുണസമൂഹങ്ങളുടെ നിവാസ സ്ഥാനമേ ശ്രീകൃഷ്ണ, അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 10. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വസിക്കുന്ന മഹാവിഷ്ണു അങ്ങയുടെ ഐശ്വര്യം പരമേശ്വരൻ മുതലായ ദേവന്മാരെ പോലും അടക്കിയിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ തേജസ്സിനെ നശിപ്പിക്കുന്നവരുടെ തേജസ്സിനെ നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ തേജസ്. നിർമ്മലവും നിസ്പൃഹവുമായ അങ്ങയുടെ യശസ് മുനീന്ദ്രന്മാരാൽ ആലപിക്കപ്പെടുന്നു. ഐശ്വര്യലക്ഷ്മി സദാ അങ്ങയുടെ ശരീരത്തെ അലങ്കരിക്കുന്നല്ലയോ വിഷ്ണു. അങ്ങ് സർവജ്ഞനാണ്. അങ്ങയ്ക്ക് ഒരു വസ്തുവിലും ആസക്തിയില്ല. ഒരു ഭഗവത് പദാർത്ഥങ്ങളുടെ വിളനിലമായ അങ്ങ് അവിടുന്ന് തന്നെയാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന്റെ മുഖ്യമായിട്ടുള്ള ആരംഭം. അവിടുന്നാണ് സർവ്വവും നൽകുന്ന സർവജ്ഞൻ, ആനന്ദമൂർത്തി, കരുണാ വത്സലനും അവിടുന്നാണ്. അവിടുത്തെ ഭജിക്കുക വഴി മനുഷ്യർ സർവ്വ സൗഭാഗ്യങ്ങളും നേടുന്നു. അവിടുത്തെ ഭജിക്കുക, ഭക്തിയോടെ ഭജിക്കുക, ഭക്തി തന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നാം ഓരോ സമയം കഴിയേണ്ടത്. ഈ 3 ശ്ലോകത്തിലും ഇതിൻ്റെയും പദ്യരൂപത്തിൽ ഒരു നിഴൽ നാരായണീയം എന്ന ശ്രീഹരിയം കൃതി എഴുതിയിരിക്കുന്ന മൂർഖനൂർ ശ്രീഹരി നമ്പൂരിജിയുടെ ആ പദ്യങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നു. കാലിൽ വീഴും ഭക്തന്മാർക്ക് കൽപ്പവൃക്ഷം തന്നെ നീയും ചോദിക്കാതെ പോലും നൽകും അർദ്ധകാമങ്ങൾ. ദേവേന്ദ്രന്റെ കൽപ്പവൃക്ഷം തേടിയിടുന്ന വിഡ്ഢികളെ ദേവദേവൻ വിഷ്ണു തന്റെ പാദത്തെ തേടൂ. കാരുണ്യത്താൽ വരം നൽകും ദേവഗണം ശ്രീഹരിയോ തന്നെ നൽകിയിടുന്നു ഭക്തലോകർക്കായി. സർവചരാചരങ്ങൾക്കും ഈശ്വരനാം ശ്രീകൃഷ്ണ നിൻ സന്നിധിയിൽ ഭക്തിപൂർവം നമിക്കുന്നു ഞാൻ.
ഞാൻ ഹരനെയും ഭരിക്കുന്നോരൈശ്വര്യ വീര്യവും ഭക്തർ ഭരിക്കും ശ്രീയേശോ ജ്ഞാന തേജസ്സുമായി. ഗുരുവായൂർ പൂരി തന്നിൽ മരുവുന്ന ദേവദേവാ ഭവാൻ മാത്രം ഭഗവാനെന്നറിയുന്നു ഞാൻ. ശ്രീഹരേ നമഃ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.